ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ പലപ്പോഴും ടെൻഷനും സമ്മർദ്ദത്തിനും അടിപ്പെടുന്നവരാണ് നമ്മിൽ പലരും. ചിലർക്ക് ചെറിയ കാര്യങ്ങൾ മതി ടെൻഷൻ അടിക്കാൻ. മറ്റു ചിലർ വലിയ പ്രതിസന്ധികളുടെ മുന്നിൽ പതറിപ്പോകുന്നു. എന്നാൽ ദൈവം നൽകുന്ന സമാധാനം ആഴത്തിലുള്ളതാണ്. പുറമേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിലെ ഈ സമാധാനം നഷ്ടപ്പെടുന്നില്ല. അമ്മ ത്രേസ്യ എന്നറിയപ്പെടുന്ന ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ജീവിതത്തിൽ പല കടുത്ത പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ടെൻഷനെ എപ്രകാരം നേരിടാം എന്നതിനെക്കുറിച്ച് അവർ ഒരു പ്രാർത്ഥന രചിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും പലതരത്തിലുള്ള അസ്വസ്ഥതകളാൽ നീറുന്നുണ്ടെങ്കിൽ, അമിതമായ ഭയവും ടെൻഷനും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ചൊല്ലിയാൽ മതി. പ്രാർത്ഥന ഇങ്ങനെയാണ്: യാതൊന്നും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ, യാതൊന്നും നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം കടന്നു പോകും. എന്നാൽ ദൈവം മാറ്റമില്ലാത്തവനാണ്. ക്ഷമ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നു. ദൈവം സ്വന്തമായുള്ളവന് യാതൊരു കുറവുമില്ല. അവന് ദൈവം മാത്രം മതിയാകും. ആമേൻ. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ഉള്ളിലെ ഭയവും നിരാശയുമൊക്കെ മാറ്റാനായിട്ട് ഏതാനും വചനങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ വചനങ്ങളും നിങ്ങൾക്ക് ഭയം തോന്നുന്ന അല്ലെങ്കിൽ നിരാശ തോന്നുന്ന സാഹചര്യങ്ങളിൽ ഈ വചനം കൂടെ ഈ പ്രാർത്ഥനയോടൊപ്പം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 4 തിരുവചനം: ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അടുത്ത വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 6 തിരുവചനം: കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? അടുത്ത വചനം ഏശയ്യായുടെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അടുത്ത വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 5 അധ്യായം 5 തിരുവചനം: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ പേടി തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അമിതമായിട്ട് നിരാശ തോന്നുന്ന സമയത്തൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന വചനങ്ങളും ഈ കൊച്ചു പ്രാർത്ഥനയുമൊക്കെ ചൊല്ലിയാൽ നിങ്ങൾക്കതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നതായിരിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ.